ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് മഹാഭാഗവതം സ്കന്ധം 3 അധ്യായം 8 പാരായണം. അപ്പോൾ ഈ ഒരു അധ്യായം 8 പറയുന്ന കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ അധ്യായത്തിൽ വിതുര മഹർഷി വിതുരൻ്റെ ചോദ്യങ്ങൾക്ക് മൈത്രേയ മഹർഷി ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് വിതുരൻ പുതിയ പുതിയ ചോദ്യങ്ങളാൽ ഭഗവാന്റെ കീർത്തിയെ കൂടുതൽ സന്തോഷപ്രദമാക്കുന്നു. അപ്പോൾ ആ ഒരു ഭഗവത് കീർത്തിയെ സ്മരിക്കാനും പറയുവാനും ഒക്കെ അവസരം നൽകിയ വിതുരരെ മൈത്രേയ മുനി അഭിനന്ദിച്ചുകൊണ്ടാണ് വിതുരൻ്റെ കഴിഞ്ഞ അധ്യായത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നു, മനുഷ്യൻ കഠിനമായി അധ്വാനിക്കുന്ന മനുഷ്യൻ ദുഃഖം ശമിപ്പിക്കാനായിട്ട് ഋഷികൾ മുഖാന്തരം ഉപദേശിച്ച കാര്യങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. അത് പാരായണം ചെയ്യുന്നതും ഒക്കെ ജ്ഞാനം വർദ്ധിപ്പിക്കാനും മോക്ഷത്തെ പ്രദാനം ചെയ്യാനും ഭാഗവത പുരാണത്തെ ഞാൻ പറഞ്ഞു തരാമെന്ന് മൈത്രേയ മഹർഷി പറയുന്നുണ്ട് ഈ ഒരു അധ്യായത്തിൽ. വായിക്കുമ്പോൾ അത് പിന്നെ അതിൻ്റെ ശ്ലോകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് അത് മനസ്സിലാവുക. കൂടാതെ പ്രപഞ്ച ഉത്പത്തി എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു വിതുരർ. അതിന് ഉത്തരമായിട്ട് പിന്നെ മൈത്രേയ മഹർഷി പറയുന്നത്, ഭഗവാന് നിദ്രാവസ്ഥ, യോഗനിദ്ര, പ്രളയാവസ്ഥയിലാണ് ഉണ്ടായത്. അപ്പോൾ ഭഗവാൻ ആദിശേഷനാകുന്ന ശയ്യയിൽ ഏകനായിട്ട് ഒരുപാട് വർഷം അതിൽ ഉറങ്ങി. ആ നിദ്രയിൽ ഈ വിശ്വം മുഴുവൻ ജലത്തിൽ മുങ്ങിയെന്നും എങ്ങും പ്രളയമായിരുന്നു എന്നും സർവത്ര ജലം നിറഞ്ഞിരുന്നു എന്നും ആ സമയത്തെയാണ് ബ്രഹ്മാവിൻ്റെ രാത്രികാലത്തെയാണ് നമ്മൾ പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ ആ യോഗനിദ്രയിലുള്ള അനന്തൻ്റെ ശരീരത്തിന് മേലെയാണ് ഭഗവാൻ ശയിക്കുന്നത്. അനന്തൻ്റെ ആ കാലം എന്ന ശക്തിയെ തന്നിൽ ലയിപ്പിച്ചിട്ടാണ് ഭഗവാൻ യോഗനിദ്ര ചെയ്തത് എന്ന 1000 ചതുർയുഗങ്ങളാണ് ഇത്ര ആ ഒരു പ്രളയജലത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ കിടന്നത്. ആ പ്രളയ അവസാനത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നൊരു താമര പുറപ്പെട്ടുവെന്നും ഭഗവാൻ ഉണർന്നപ്പോൾ രജോ ഗുണം വികാരം പ്രാപിച്ചിട്ട് സൃഷ്ടിയുടെ സമയം ആയി എന്നും പറയുന്നു. ആ താമരമൊട്ടിൻ്റെ പ്രകാശത്താൽ പുറത്തുള്ള അന്ധകാരം മുഴുവൻ മാറുകയും ഭഗവാൻ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു ഈ പ്രപഞ്ചത്തെ എന്നാണ് പറയുന്നത്. ആ താമരപ്പൂ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് താമരപ്പൂവിന് പൂജയ്ക്കൊക്കെ ഇത്രയും യോഗ്യത സിദ്ധിച്ചത് എന്നും നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. പിന്നെ പറയുന്നു, ഭഗവാൻ ആ പത്മത്തിൽ ഭഗവാനാണ് പ്രവേശിച്ചത്. ആ സകല അറിവുകളും വേദങ്ങളും ഒക്കെ സ്വരൂപമായ ബ്രഹ്മാവ് അതിൽ നിന്ന് ജനിച്ചു. ആ താമരയിൽ നിന്നാണ്. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമര ഉണ്ടായി. ആ താമരയിലേക്ക് എല്ലാ വേദങ്ങളും അറിവുകളും ലയിച്ചു. ആ താമരയുടെ മുകളിലാണ് നമ്മൾ ബ്രഹ്മാവിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ബ്രഹ്മാവ് ജനിച്ചു. അപ്പോൾ ആ ബ്രഹ്മാവ് സ്വയം ഉണ്ടായതാണ്. അതാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. ലോകപത്മം ആണ്, സ്ഥൂലമായിട്ടുള്ള വിരാട് രൂപമാണ് അത്. പിന്നെ ബ്രഹ്മാവ് സ്വയമായിട്ട് പിന്നെ താമരപ്പൂവിൽ നിന്നുണ്ടായി. അതുകൊണ്ട് സ്വയംഭൂ എന്ന് പറയുന്നു. പിന്നെ ബ്രഹ്മദേവൻ താമരയുടെ മധ്യഭാഗത്ത് ഇരുന്നു കൊണ്ട് നോക്കി. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ചുറ്റും പ്രളയജലമാണ്. അപ്പോൾ 4 ഭാഗത്തും തിരിഞ്ഞപ്പോൾ 4 മുഖങ്ങളുണ്ടായി എന്നും പറയുന്നു. അപ്പോൾ അത് പിന്നെ ആ പ്രളയത്തിൻ്റെ അവസാന കാലത്ത് ആ താമരയിൽ നിന്ന് ഭഗവാൻ ബ്രഹ്മദേവൻ എന്താണ് ഈ താമര എന്താണെന്നും ഞാൻ ആരാണെന്നും ഉള്ള അറിവിന് വേണ്ടി ഒരുപാട് ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ താമരയുടെ ഉള്ളിലൂടെ പിന്നെ ബ്രഹ്മാവ് ആ തണ്ടിലൂടെ
അകത്തേക്ക് കയറി നോക്കി. ആ നാളത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് നോക്കി. എല്ലാ ഭാഗത്തും തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്നിട്ടും എവിടെയാണ്. അപ്പോൾ താമരയുടെ മുകളിലിരുന്ന ബ്രഹ്മാവ് ആ തണ്ടിലൂടെ ഇറങ്ങി അകത്തോട്ട് പോയി നോക്കി. എന്നിട്ടും ഒന്നും മനസ്സിലായില്ല. ഞാൻ എവിടെയാണെന്നും ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും തൻ്റെ ഉൽപ്പത്തി എന്താണെന്നും ഒന്നും മനസ്സിലാക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് കാലം ബ്രഹ്മദേവൻ താമരനാളത്തിലും ജലത്തിലുമൊക്കെ അന്വേഷിച്ചു. അവസാനം വീണ്ടും ആ പ്രയത്നമൊക്കെ മതിയാക്കിയിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ താമരനാളത്തിലൂടെ മുകളിലേക്ക് വന്നിട്ട് വീണ്ടും എന്താ പറയുക, സമാധി അവസ്ഥയിൽ ഒരുപാട് കാലം ഈ ഉൽപ്പത്തിയെക്കുറിച്ച് താൻ എവിടുന്ന് വന്നു എന്നറിയാൻ വേണ്ടി തപസ് ചെയ്തു. അതാണ് ആ തപസ്സിൻ്റെ അവസാനം 100 സംവത്സരം കഴിഞ്ഞു. ഒടുവിൽ എല്ലാം അന്വേഷിച്ചിട്ട് അവസാനം ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ പറ്റിയത് ധ്യാനം ചെയ്യണം. തപ എന്നുള്ളൊരു വാക്കാണ് ബ്രഹ്മദേവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാനെ അറിയണമെങ്കിൽ നമ്മൾ അകത്താണ് അന്വേഷിക്കേണ്ടത്, പുറത്തല്ല. അതാണ് അവിടുത്തെ ഒരു തത്വം. അങ്ങനെ ഭഗവാനെ അറിയുന്നതിന് പലവിധ വേദപ്രകാരമുള്ളതോ ഇല്ലാത്തതോ ആയ ക്രിയകളല്ല, ധ്യാനമാണ് വേണ്ടത് എന്നുള്ളൊരു അറിവാണ് കിട്ടിയത്. അപ്പോൾ നമ്മളും ഇപ്പോൾ എന്തെല്ലാമോ നമ്മൾ ചെയ്യും. ആ യാഗം, ഈ യാഗം, ഹോമം, പിന്നെ പൂജകൾ, പിന്നെ ആ പരിഹാരം, ഈ പരിഹാരം. പക്ഷെ അതൊന്നും അല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? ഉള്ളിലേക്ക് നോക്കിയുള്ള ധ്യാനമാണ് ഏറ്റവും പ്രധാനം. അപ്പോഴേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തപസ്സിൻ്റെ അവസാനം ബ്രഹ്മദേവൻ ഉള്ളിൽ വസിക്കുന്ന എല്ലാ അധിഷ്ഠാന തത്വങ്ങളെയും കണ്ടു. പിന്നെ വെൺകുറ്റക്കുട പോലെ വിസ്തീർണമായ ശിരസ്സുകളിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. പിന്നെ താമരത്തണ്ട് പോലെ വെളുത്ത് നീണ്ടു കിടക്കുന്ന ശരീരത്തോടുകൂടി ആദിശേഷ ശൈലിയിൽ ഭഗവാൻ കിടക്കുന്നത് ഈ തപസ്സിൻ്റെ അവസാനം കണ്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഭഗവാൻ ആരാണെന്ന് എന്താണെന്നുള്ള ദർശനം ബ്രഹ്മദേവന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നും ഏകനാണ് എന്നും ഭഗവാനെ ബ്രഹ്മദേവൻ ആ തപസ്സിൻ്റെ അവസാനം കാണുന്നു. അപ്പോൾ നമ്മളും ഒരു തപസ് ചെയ്താൽ മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് തുടർന്ന് ബ്രഹ്മദേവൻ ഭഗവാനെ കാണുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാനെ വർണ്ണിക്കുന്നു. എന്താണ് ഭഗവാന്റെ രൂപം എന്നൊക്കെ വർണ്ണിക്കുന്നു. അതൊക്കെ വളരെ രസമുള്ള ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പോൾ കാണുമ്പോൾ നമ്മൾ ഭഗവാനെ സ്തുതിക്കുകയും കൂടെ വേണം. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഒന്ന് വായിക്കാം. ധ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. ഗണേശായ നമ. സരസ്വതി നമ. ജന്മാദ്യസ്യേതോ അന്വയാദിതരതശ്ചാർദ്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്ര സർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. അത് അഷ്ടമോധ്യായ സ്കന്ധം 3 ചാപ്റ്റർ 8 വായിക്കാം. ശ്രീ മൈത്രേയോ വാച സദ് സേവനീയോ ബദ പുരുവംശോ യല്ലോകപാലോ ഭഗവത്പ്രധാനഃ ബഭൂവിദേഹ അജിതകീർത്തിമാലാം പദേ പദേ നൂതന യസ്യ ഭീഷ്ണം സോഹം നൃണാം ക്ഷുല്ല സുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഡസത്വം വിവിത്സവസ്തത്വമത പരസ്യ കുമാരമുഖ്യ മുനയോ അന്വപൃച്ഛൻ സ്വം ഏവ ധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവ അഭിധമാം ആമനന്തി പ്രത്യഗ്രതാക്ഷാംബുജ കോശമീഷത് ഉന്മീലയന്തം വിബുധോദയായ സ്വർദ്യുന്യ ഉദാർദ്രൈ സ്വജടാകലാഭൈർ ഉപസ്പൃശന്ത ചരണോപദാനം പദ്മം യദർച്ഛന്തി ഹ്യരാജകന്യ സപ്രേമനാനാബലിഭിർവരാർത്ഥാഃ മുഹുർഗൃണന്തോ വജസാനുരാഗ സ്ഖലത്പദേനാസ്യ ധാനിതജ്ഞാഃ കിരീടസഹസ്രമണിപ്രവേഗ പ്രദ്യോതിതോദ്ധാമ
ഫണാശ്രഹസ്സം സഹസ്രം പ്രോക്തം കിലൈതത് ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായതേന സനത്കുമാരായ സ ചാഹ പൃഷ്ടഃ സാഖ്യായനായാംഗധൃതവ്രതായ. സാഖ്യായന പരമഹംസ്യമുഖ്യോ വിവക്ഷമാണോ ഭഗവദ്വിഭൂതി ജഗാദസോ അസ്മദ്ഗുരവേ അന്വിതായ പരാശരായാധ ബൃഹസ്പതേശ്ച. പ്രോവാച മഹ്യം സ ദയാലുരുക്തോ മുനിപുലസ്തേന പുരാണമാദ്യം സോഹം തവൈതത് കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യമനുവ്രതായ. ഉദാപ്ലുതം വിശ്വമിതം തദാസീത് എന്നിദ്രയാമീലിത ദൃണ്യമീലേത് മഹീന്ദ്രതൽപേ അതിശയാൻ ഏകഃ കൃതക്ഷണസ്വാത്മരഥോ നിരീഹക. സ്വന്തശരീരേ അർപ്പിതഭൂതസൂക്ഷ്മ കാലാത്മികാം ശക്തിമുദീരയാണഃ ഉവാസ തസ്മിൻ സലിലേ പദേ സ്വിയോ യഥാനലോ ദാരുണിരുദ്ധവീര്യഃ. ചതുർയുഗാനാം ച സഹസ്രമപ്സു സുബൻ സ്വയോദീരിതയാ സ്വശക്തിയാ കാലാഖ്യയ ആസാദിതകർമ്മതന്ത്രോ ലോകാൻ അപീതാൻ ദദൃശേ സ്വദേഹേ. തസ്യാർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേർ അന്തർഗതോ അർത്ഥോ രജസാ തനീയാൻ ഗുണേന കാലാനുഗതേന വിദ്ധഃ സോംഷ്യൻ സ്തദ അഭിദ്യത നാഭിദേശാദ്. സ പത്മഘോഷസഹസോദ തിഷ്ടത് കാലേന കർമ്മപ്രതിബോധനേന സുരോജിഷാ തത്സലിലം വിശാലം വിദ്യോദയൻ അർക്ക ഇവാത്മയോനിഃ. തല്ലോകപത്മം സൗ ഏവ വിഷ്ണുഃ പ്രാവീവിശത് സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ വിധാത സ്വയംഭുവം യം സ്മ വദന്തി സോ അബോധ. തസ്യാം സ ച അംബോരുഹകർണികായാം അവസ്ഥിതോ ലോകമപശ്യമാനഃ പരിക്രമൻ വ്യോമ്നി വിവർത്ത നേത്ര ചത്വാരി ലേഭേ അനുദിശം മുഖാനി. തസ്മാദ്യുഗാന്തശ്വസനാവഘൂർണ ജലോർമിചക്രസലിലാദ്വിരൂഢം ഉപാശ്രിതക്കഞ്ചമു ലോകതത്വം നാത്മാനം അദ്ധാ വിദധാതി ദേവാഃ. കയേഷസോ അസാവഹം അബ്ജപൃഷ്ട ഏതത് കുതോ വാബ്ജം അനന്യത് അപ്സോ അസ്തിഹ്യ അധസ്താദിഹ കിഞ്ചത് ഏതത് അധിഷ്ഠിതം യത്ര സദാനുഭാവ്യം. സയിത്തമുദീക്ഷ്യ തദബ്ജനാള നാഡീഭിരന്തർ ജലമാവിവേശ ആർവഗത സ്തദ്ഘര നാളനാഭിം വിജിന്വൻ തദവിന്ദതാജഃ. തമസ്യ വാരേ വിദുരാത്മസർഗം വിജിന്വതോ ഭൂത് സുമഹാൻ സ്ത്രീണേമിഃ യോ ദേഹഭാജാം ഭയമീരയാണഃ പരീക്ഷിണോതി ആയുരജസ്യ പരീക്ഷിണോത്യായുരജസ്യ ഹേതിഃ. തതോ നിവൃത്തോ അപ്രതിലബ്ധകാമഃ സ്വദിഷ്ണമാസാദ്യ പുനഃ സ ദേവഃ ശനൈർജിതശ്വാസനിവൃത്തചിത്തോ നിഷീദദാരൂഢ സമാധിയോഗഃ. കാലേന സോജപുരുഷായുഷാഭി പ്രവൃത്തയോഗേന വിരൂഢബോധഃ സ്വയം തദന്തർഹൃദയേവ ഭാതം അപശ്യത എന്നപൂർവം. മൃണാള ഗൗരായത ശേഷഭോഗ പര്യങ്കയേകം പുരുഷം ശയാനം ഭണാതപത്രായുധ മൂർധരത്നാദ് ദിബിർഹദാധ്വാന്ത യുഗാന്തതോയേ. പ്രേക്ഷാം ശിബന്തം ഹരി തോബലാന്ത്രേ സന്ധ്യാഭ്രനീവേർ ഉരുരുക്മ മൂദനഃ രത്നോദധാര ഔഷധിസ്വനസ്യ വനസ്രജോ വേണുഭുജാംഘ്രിഭാംഘ്രേ. ആയാമതോ വിസ്തരത സ്വമാന ദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്രദിവ്യാഭരണാൻ ശുകാനാം കൃതശ്രിയാപാശ്രിത വേഷദേഹം. പുംസാം സ്വകാമായ വിവിക്തമാർഗൈരഭ്യർച്ചതാം കാമദുഗാംഘ്രിപത്മം പ്രദർശയന്തം കൃപയാ നഖേന്ദു മയൂഖഭിന്നാങ്കുലിചാരുപത്രം. മുഖേന ലോകാർത്തിഹരസ്മിതേന പരിസ്ഫുരത്കുണ്ടലമണ്ഡിതേന ശോണായുധേനാധര ബിംബദ ഭാസ പ്രത്യർഹയന്തം സുനസേന ശുഭ്രോ.
കദംബഗഞ്ചൽകപിശങ്കവാസസാ സ്വലം കൃതം മേഖലയാ നിതംബേ ഹാരേണ ച അനന്തധനേന വത്സഃ ശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന പരാർദ്ധ്യഘേയൂര മണിപ്രവേഗ പര്യസ്തദോർദണ്ഡസഹസ്രശാഖം അവ്യക്തമൂലം ഭുവനാംഗ്രിപേന്ദ്രം മഹീന്ദ്രഭോഗൈർ അതിവീതവൽഷം ചരാചരൗകോ ഭഗവൻ മഹീന്ദ്രം മഹീന്ദ്രബന്ധും സലിലോ ഭഗൂഢം കിരീടസഹസ്രഹിരണ്യശൃംഗം ആവിർഭവത് കൗസ്തുഭരത്നഗർഭം നിവീതമാംനായ മധുവ്രതശ്രിയാ സുകീർത്തിമയ്യാം വനമാലയാ ഹരിം സുരേന്ദ്രവായുഅഗ്നിഗമം ത്രിധാമഭിः പതിക്രമത്പ്രധാനികൈർദുരാസദം തർഹ്യേവ തന്നാഭിസരസരോജം ആത്മാനമംബ ശ്വസനം വ്യേച്ഛ ദദർശ ദേവോ ജഗതോ വിദാതാ നാദപരം യോഗവിസർഗദൃഷ്ടിഃ സകർമ്മബീജം രജസോ ഭരക്തഃ പ്രജാസുശിക്ഷൻ നിയദേവദേ ദൃഷ്ട്വാ സകർമ്മബീജം രജസോ ഭരക്തഃ പ്രജാസുശിക്ഷന്യ ദേവദൃഷ്ട്വാ അസ്ത്വൗദവിസർഗാഭിമുഖ സ്തമീഢ്യം അവ്യക്തവർണ്ണനി അഭിവേശിതാത്മാ. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഈ ഒരു സ്കന്ധം 3 അധ്യായം 8 ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നു, വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ഹരേ കൃഷ്ണ.